വെൽക്കം ബാക്ക് ടു ലീഫ് ഗാർഡൻ ക്രാഫ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് നടക്കുന്നത് തങ്കിപ്പള്ളിയിലാണ് കേട്ടോ. ഇതാ ഈ കാണുന്ന വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള വർക്കുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാ ഈ കാണുന്ന ഏരിയയിലെ നമുക്ക് ഇതൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ട് ഫുള്ളായിട്ട് ഗ്രാവലിട്ട് ലെവൽ ചെയ്തിട്ട് നമുക്ക് പേൾ ഗ്രാസ് നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഇവിടെ. ഈ കാണുന്ന ഏരിയയിൽ ഷീറ്റായിട്ട് ഇടാനുള്ള കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഇതാവിടം വരെ ബാക്കിലൊരു ചെറിയ പോർഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗത്തേക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇവർ വേസ്റ്റ് എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വർക്കും കൂടി നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു കെട്ടിയിരിക്കുന്നതിൻ്റെ അകത്തേക്ക് മാത്രം നമുക്ക് വർക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതാ ആ കാണുന്നതിൻ്റെ ഉള്ളിലും കൂടി അകത്ത് കല്ലിടണം. കല്ലിടണം അകത്ത് കല്ലിടണം അകത്ത് അതിൻ്റെ അകത്ത് അല്ല കല്ല് വെച്ചിട്ട് കുത്തിയാണെങ്കിലേ അതേ സാധനത്തെ മൂട്ടത്തില്ലല്ലോ. സാധിക്കേ മുട്ടും അത്രയും വന്ന് നിൽക്കണം. അത് പിടിക്കാൻ മതി. അവിടെ കല്ല് വേണ്ട കല്ല് മാറ്റി വെച്ചാൽ മതി. പുറത്തോട്ട് വെക്കണ്ട ഒരാൾ ക്ലീൻ ചെയ്ത് മറ്റേത് അടിക്കാൻ നിൽക്കുന്നു. ഈ കാണുന്നൊരു ഏരിയ ഇവിടെ തൊട്ട് ഇങ്ങോട്ട് ഇതാ ഈ കല്ലിട്ടേക്കുന്നുണ്ടല്ലേ, ഇവിടെ തൊട്ട് ഇങ്ങോട്ട് ഫുള്ള് പേബിളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് നീറ്റാക്കിയിട്ട് ബേബി നെറ്റിൽ വിരിച്ചിട്ട് പേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ പേബിൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ആദ്യം നമുക്ക് അൺലോഡ് ചെയ്യണം. അൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു സംഭവം എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി നിർത്തിയതിന് ശേഷം നമ്മൾ അത് തുടങ്ങുള്ളൂ കേട്ടോ. ഈ ഒരു സംഭവം ചെയ്ത് തീർത്തിട്ട് ഇത് ഫുള്ളായിട്ട് ചെയ്ത് അപ്പർ സൈഡും ചെയ്ത് തീർത്തിട്ട് നമ്മൾ പേബിളിൻ്റെ വർക്കിലേക്ക് കിടക്കും. ആ ഒരു ഏരിയ നമ്മൾ ക്ലീൻ ചെയ്ത് ഗ്രാവലൊക്കെ ഇട്ട് സെറ്റാക്കി കേട്ടോ. ഇനി നമുക്ക് അവിടെ പുല്ല് പിടിപ്പിക്കാനുള്ള ഭാഗത്തിന് ആക്കിയിട്ടിരിക്കുകയാണ്. അടുത്തായിട്ട് ഈ ഒരു ഏരിയയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ അലമ്പായി കിടന്ന സ്ഥലമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വേസ്റ്റ് ഉണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മളെല്ലാം മാറ്റിയിട്ടുണ്ട്. സാധാരണഗതിക്ക് നമുക്ക് ഇത്ര സമയം എടുക്കുന്നതല്ല, നല്ല രീതിയിൽ വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും മറ്റേ ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ വലിയ കല്ലും കാര്യങ്ങളും മെറ്റൽ, പിന്നെ ഇവിടെ കുറേ മെറ്റൽ എംസാൻഡ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി സമയം എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ ഏകദേശം പ്ലെയിൻ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ മണ്ണ് അത്ര ലെവലല്ല. അവിടെ പൊങ്ങി ഇവിടെ താന്ന് അതും ഭയങ്കരമായിട്ട് ഉറച്ച മണ്ണ്. ഇത് പോരാത്തിന് നമുക്ക് ഇതിൻ്റെ നടുക്കൂടി ഒരു പാത്ത് ഓൾറെഡി കോൺക്രീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഹൈറ്റിന് അനുസൃതമായിട്ട് നമുക്ക് ഇങ്ങോട്ട് ചെയ്തു വരാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഏരിയ ഉണ്ടല്ലോ, ഇതാണ് ഏറ്റവും കോർണറായിട്ട് വരുന്ന ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇച്ചിരി ഹൈറ്റ് കൂട്ടിയിട്ട് ഇവിടുന്ന് ഏകദേശം ഈ ഒരു ഭാഗം വരെ ഹൈറ്റ് കൂട്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറച്ചങ്ങനെ നേർപ്പിച്ച് നമുക്ക് പോയിട്ട് ആ സ്റ്റോണിലേക്ക് കയറാം. അതുപോലെ അപ്പുറത്തെ സൈഡിൽ നിന്ന് അതുപോലെ തന്നെ ആ സ്റ്റോണിന് പറ്റുന്ന രീതിയിൽ കറക്റ്റായിട്ട് നേർപ്പിച്ച് ഇങ്ങനെ വിട്ടൊരു ലെവലാക്കി നിർത്തുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നിർത്തിയിട്ട് ആ ലെവലിന് ഗ്രാവലടിച്ച് ഇവിടെ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണ്. അവിടെ നമ്മൾ ഷീറ്റായിട്ട് ഇറക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിന് നമുക്ക് കറക്റ്റായിട്ട് നേർപ്പിച്ച് ചെയ്ത് നിർത്താം. അപ്പോൾ നീറ്റായിരിക്കും. അതുപോലെ തന്നെ അപ്പുറ സൈഡ് നമ്മൾ പെബിൾ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ അല്ലേ, പെബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു സൈഡ് പെബിളും കൂടി ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കിത് അതും അങ്ങനെ ഒരു 3 രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ പുറകിലും കുറച്ച് ഭാഗത്ത് നമുക്ക് ഷീറ്റായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാ സാധനവും മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഭാഗം കൂടി നമുക്ക് സെറ്റാക്കാം. ഈ ഒരു ചരട് കെട്ടിക്കുന്നുണ്ടോ, അവിടുന്ന് അത്ര ഹൈറ്റ് കൂട്ടി ഇങ്ങോട്ട് താത്തി കെട്ടിയേക്കാം കേട്ടോ. വേറെ കൊണ്ടല്ല, നമുക്ക് അവിടുന്ന് ഇങ്ങനെ സ്ലോപ്പായിട്ട് ഇവിടം വരെ കിട്ടിയിട്ട് ബാക്കി പ്ലെയിനായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ്. അങ്ങോട്ട് നമ്മൾ ഓൾറെഡി ഈ സാധനം കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൈറ്റിൽ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരുത്താൻ പറ്റത്തില്ല. അതിനോട് ചേർത്ത് നമ്മൾ ചെയ്തു പോകാനേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇത്രയും ഭാഗത്തേക്ക് മാത്രമേ ഒരു സ്ലോപ്പ് കൊടുക്കാണ്ട, ബാക്കി നമ്മളിങ്ങനെ പ്ലെയിൻ ആക്കും അങ്ങോട്ടെ. അപ്പോൾ കാണാൻ ഭംഗിക്കുറവൊന്നും ഉണ്ടാകത്തില്ല, ഇങ്ങനെ വരും. അതുപോലെ തന്നെ ആ ഒരു ഭാഗം വരത്തില്ലേ, അവിടെ നമ്മൾ ഇതിൻ്റെ അകത്ത് വലിയ കുറച്ച് കരിങ്കല്ലേ കിടക്കുന്നത്, അവിടെ കിടക്കുന്നുണ്ടോ, അതൊക്കെ വെച്ചിട്ടൊരു ചെറിയ ഡിസൈൻ പോലെ അതും കൂടി സെറ്റ് ചെയ്ത് വെച്ചേക്കോ കേട്ടോ.
അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഇവിടെ മണ്ണ് ഇളകിക്കൊണ്ടിരിക്കുക. കാരണം ഇവിടെയൊക്കെ നമുക്ക് ഇനി ഒരു 2 ഇഞ്ചോളം മണ്ണ് ഗ്രാവൽ നമ്മുടെ എടുത്തു വെച്ചിരുന്ന ഗ്രാവൽ, ഈ ഗ്രാവൽ വീഴണം. ആ ഗ്രാവൽ വീഴണമെങ്കിൽ അവിടെ ഓൾറെഡി ഉള്ള ചീത്ത മണ്ണ് മാറണം. അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ചിട്ട് അത്രയും നല്ല ഹൈറ്റ് വരുന്ന ഭാഗത്തേക്ക് കയറ്റുക കേട്ടോ. കാരണം അത് ഫുള്ള് കയറ്റിയാലും അവിടെ നമുക്ക് 2-3 ഇഞ്ച് ഗ്രാവൽ എന്തായാലും മേളിൽ കിട്ടും. അല്ലെങ്കിൽ നല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഗ്രാവൽ ഒരുപാടായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ രീതിക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ ഒന്ന് കറക്റ്റ് ചെയ്യാം. അതിന് ശേഷം ഇങ്ങോട്ട് പ്ലെയിനായിട്ട് പോകും. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു പോർഷനാണ് നമുക്ക് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു പെരാസൽ വീടായതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ വേറെയും പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. വേറെയും വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ പെബിൾ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് അവർക്കൊരു തടസ്സമായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ പെബിളിൻ്റെ വർക്ക് അങ്ങ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ജസ്റ്റ് ഒന്ന് നിർത്തി വെച്ചിട്ട് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇതുപോലെ തന്നെ പാത്രം കൊടുത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് പെബിൾ ഇടാൻ വേണ്ടി പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് അവിടുന്ന് ആ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങോട്ട് സ്ലോപ്പ് വന്ന് വെള്ളം ഇങ്ങനെ പോകാനുള്ളതാണ്. പക്ഷേ നമ്മൾ ഓൾറെഡി വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവരിവിടെ പാത്തയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല അത് ചുറ്റും കോൺക്രീറ്റും ചെയ്താൽ വെച്ചേക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. നമുക്ക് ഇപ്പോൾ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്താൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇതുപോലെ കോൺക്രീറ്റ് ചെയ്താലുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഭാഗം കേട്ടോ, സെൻറ്റർ ഭാഗം, ആ ഭാഗത്ത് ഹൈറ്റ് കിട്ടത്തില്ല. മാത്രമല്ല കല്ലിൻ്റെ അടുത്തേക്ക് തൊട്ടടുത്തേക്ക് പെബിൾ നമുക്ക് കയറ്റി ഇടാനും പറ്റത്തില്ല. അപ്പം പാക്കിങ് കിട്ടത്തില്ല. നമ്മൾ ഈ ഒരു സ്റ്റോൺ മാത്രം ഇട്ടിട്ട് ഇതുപോലെ പെബിൾസൊക്കെ ഇടുവാണെങ്കിൽ ആദ്യം അഥവാ എന്തെങ്കിലും ഇളക്കം ഉണ്ടെങ്കിലും ആദ്യത്തെ കുറച്ച് പ്രാവശ്യം കാണുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ അകത്തേക്ക് മണ്ണൊക്കെ കയറി അത് സീറ്റായി പോകും. പിന്നെ അത് അനങ്ങത്തില്ല. അപ്പോൾ അത് അങ്ങനെ അനങ്ങാതിരിക്കാൻ വേണ്ടിയാണല്ലോ കൂടുതലും കോൺക്രീറ്റൊക്കെ ചെയ്യുന്നത്. അപ്പം അഥവാ എന്തെങ്കിലും ഇളക്കം ഉണ്ടെങ്കിലും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ആ ഇളക്കമൊക്കെ മാറും. ഇതിൻ്റെ ഉള്ളിൽ മണ്ണും അഴുക്കും അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന ഇപ്പം ഗ്രാസ് വെക്കുന്നുണ്ടെങ്കിൽ ഗ്രാസിൻ്റെ റൂട്ടൊക്കെ കയറിയിട്ട് ഈ സാധനം അങ്ങ് ഫില്ലായി പോകും കേട്ടോ. പിന്നെ അനങ്ങത്തൊന്നുമില്ല. അപ്പോൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഇത് ഇളക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ സ്ലോപ്പ് ഇട്ട് വേണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് നമ്മൾ സ്ലോപ്പ് ഇട്ട് വരുമ്പോൾ വെള്ളം ഇങ്ങോട്ടാണല്ലോ പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഈ എഡ്ജ് തൊട്ട് ഇതിങ്ങോട്ട് കുഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഒരുപാട് താന്നു പോകും. അതുപോലെ ആ ഏരിയ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇതിൻ്റെ പൊക്കം വെച്ച് പൊക്കി കൊണ്ടുപോകണം. അപ്പോൾ ആ ഏരിയ കുറച്ചധികം പൊങ്ങിയും പോകും. പക്ഷേ നമ്മൾ ഗാർഡൻ ചെയ്യുന്ന കൂട്ടത്തിൽ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തിട്ടായിരുന്നു ഈ സംഭവം ഈ സ്റ്റോൺ വെക്കുന്നതെങ്കിൽ ആ ഒരു പ്രശ്നമില്ലായിരുന്നു. നമുക്ക് നേരെ ഇങ്ങനെ വെച്ച് പോരായിരുന്നു കേട്ടോ. ഈ വെച്ചത് വലിയ പ്രശ്നമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇനി വെക്കാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ നമ്മുടെ സ്ലോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും. വർക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടെ മെറ്റിലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലോപ്പ് കൂടുതലായിട്ട് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ നിന്നുള്ള മണ്ണ് കുറേ വെട്ടി മാറ്റേണ്ടി വരും. അപ്പോൾ പ്രശ്നം പറ്റുന്നത് വെച്ചാൽ ഇവിടെ ബോർഡർ ചെയ്തേക്കുന്ന സാധനം കണ്ടില്ലേ, ഓൾറെഡി ഇപ്പോൾ ഇത്ര ഏകദേശം ഒരു 12 സെൻറ്റിമീറ്ററോളം ഹൈറ്റ് ഉണ്ട്. പിന്നെയും നമ്മൾ താത്തുവാണെങ്കിൽ വീണ്ടും താന്നു പോകും. അപ്പോൾ അങ്ങനെ വരാതെ ഏറ്റവും മാക്സിമം ബോർഡറിൻ്റെ ഹൈറ്റ് ഒരു 2.5 ഇഞ്ച് 3 ഇഞ്ച് വരെ മാക്സിമം ബോർഡർ വരുന്നതാണ് ഏറ്റവും കാണാൻ ഭംഗിയായിട്ടൊക്കെ വരുന്നത് കേട്ടോ. അവിടെയൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ ഇനി പുല്ലും കൂടി വരുമ്പോഴത്തേക്കും ഇനി പൊങ്ങാനുള്ളതാണ്. ഇവിടെയും പുല്ല് വരുമ്പോൾ പൊങ്ങും, എന്നാലും കുറച്ചധികം ഹൈറ്റ് ഇവിടെ കാണിക്കും. അവിടെ പ്രശ്നം ഉണ്ടാവില്ല, കാരണം അവിടെ പൊങ്ങി ഇവിടുന്ന് താഴ്ന്നാണ് വരുന്നത്. ഇവിടെ ഇച്ചിരി ഹൈറ്റ് കാണിക്കും കേട്ടോ. എന്നാലും ഓവറോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് സ്ലോപ്പായിട്ട് വരും. വെള്ളം ഇങ്ങനെ ഒന്ന് ഇലമഴി പോവുകയും ചെയ്യും കേട്ടോ. കൂടുതൽ ഭംഗിയാവാൻ എന്ത് ചെയ്യണമെന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യുന്നത് ഭംഗിയാവത്തില്ല എന്നല്ല കേട്ടോ. അത്ര വേണ്ട അവിടെ. നമുക്കിവിടെ വെക്കാൻ ആവശ്യത്തിനുള്ള ഗ്രാസും പ്ലാന്റും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഫോക്സ് സ്റ്റൈൽ പാമ്പ് വെക്കുന്നുണ്ട്, കുറച്ച് പെൻഡാനസ് വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ പേൾ ഗ്രാസും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. തൽക്കാലം അവിടെ വെച്ചോ അവിടെ വെച്ചോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കുള്ള പേൾ ഗ്രാസ് നമ്മൾ വിരിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തേടാ. ഇവിടുന്ന് അങ്ങനെ വിരിച്ച് വരുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഷീറ്റായിട്ടാണ് ഇടുന്നത് ഈ ഒരു ഏരിയ. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫുൾ ഏരിയ നമ്മൾ ഷീറ്റായിട്ടാണ് ചെയ്യുന്നത്.
ആ കാണുന്ന ഫുൾ ഏരിയ നട്ടുപിടിപ്പിക്കുന്നത്. പിന്നെ ചെയ്യാനുള്ളത് ഈ കാണുന്ന പെൻറ്റാനസ് ഉണ്ടല്ലോ, ഒരു 10 പെൻറ്റാനസ് ഉണ്ട് ഈ കാണുന്ന ഏരിയയിൽ പിടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു റെഡ് കളർ വന്നിരിക്കുന്ന കാണാം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഈ ഒരു കളർ ടോണുള്ള പ്ലാന്റ്സ് വരുമ്പോഴത്തേക്കും അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതുപോലെ അവിടെ കണ്ടില്ല ആ പെയിൻറ്റ് ബക്കറ്റ് വെച്ചേക്കുന്ന ആ ഏരിയയിലേക്കാണ് നമ്മൾ ആ പാം നട്ട് വെക്കുന്നത്. ഇല്ലില്ല, കുറച്ച് പൊങ്ങി ഇന്നോട്ടാ നല്ലത്. ഒന്ന് ചവിട്ടിക്കടാ, ചവിട്ടി ഒന്ന് നിർത്തിക്കേ. അതല്ല, അങ്ങനെ വെച്ചാൽ അങ്ങനെ വെച്ചാൽ മതി. ആ ബക്കറ്റിനകത്തുള്ള ഗ്രാവലും കൂടി അങ്ങോട്ട് ഇട്ടാൽ മതി. മേളിലും കാണൂടാ ചിലപ്പോൾ കേട്ട്. മേളിലുണ്ടോ? എന്തോ എടാ ഒന്ന് പിടിച്ച് ഒലച്ചേടാ. അപ്പം മൊത്തത്തിൽ പിടിച്ചെന്ന്. മതി മതി മതി. മണ്ണിടണ്ട, ചെടി വെച്ച് നോക്കിയിട്ടാൽ മതി, വേണം കിട്ടാൽ മതി. ഈ ഒരു സൈഡ് നമ്മൾ മൊത്തം പുല്ലൊക്കെ ഇട്ട് തീർന്നു കേട്ടോ. അപ്പോൾ പുല്ലൊക്കെ ഇട്ട് അതിൻ്റെ ഒരു ഭംഗി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ പ്ലാൻ മാറി. നമ്മളിപ്പോൾ ഇവിടെയും കൂടി ഷീറ്റായിട്ട് തന്നെ ചെയ്യാൻ പോകണേ. ഇവിടെ നമ്മൾ നടാൻ വേണ്ടിയായിരുന്നു പ്ലാൻ. അപ്പോൾ നമ്മളെന്തായാലും ആ പ്ലാൻ മാറ്റിയിട്ട് ഈ ഏരിയയും കൂടി ഫുള്ള് ഷീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഇവിടെ അവിടെയും കേട്ടോ. അപ്പം നടുക്കൂടി ഒരു പാത്ത് ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും പേബിൾസ് ഉണ്ട്, ബാക്കി ഫുള്ളായിട്ട് പേൾ ഗ്രാസ് ഷീറ്റായിട്ട് വെച്ച് നമ്മൾ നിർത്താൻ പോകണം. അതുപോലെ പെൻറ്റാനസ് ആ ഒരു ഏരിയ കൂടി വരും. അത്രയും കൂടിയാണ് നമുക്കപ്പോൾ ഫിനിഷ് ചെയ്യാനായിട്ടുള്ളത്. ഇവിടുത്തെ സ്ലോപ്പ് കറക്റ്റാക്കിയിട്ടുണ്ടല്ലോ. അവിടെ നിന്ന് ഇങ്ങനെ സ്ലോപ്പ്, ഇവിടുന്ന് ഇങ്ങോട്ട് സ്ലോപ്പ്, ഇവിടുന്ന് ഇങ്ങോട്ട് സ്ലോപ്പ്, അങ്ങനെ 3 രീതിയിൽ ഒടിച്ചിട്ടാണ് സ്ലോപ്പ് ഇട്ടേക്കുന്നത്. വെള്ളം ഈ ഒരു അറ്റത്ത് വരുന്ന രീതിയിൽ കേട്ടോ. പിള്ളേരെല്ലാം തളർന്ന് നല്ല വെയിലാണ്. ഇവിടെ വെയിൽ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നല്ല കത്തണ വെയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടാനായിട്ടാണല്ലോ ഉദ്ദേശം. അതുകൊണ്ട് കുറച്ച് ഗ്രാസ് നമ്മുടെ ഉണ്ട്. അപ്പോൾ ആ ഗ്രാസ് കൂടി വിരിച്ചിട്ട് ബാക്കി എത്ര കൂടി വേണമെന്ന് നോക്കിയിട്ട് അതും കൂടി എടുത്തിട്ട് ഫുള്ളായിട്ടങ്ങ് ഷീറ്റായിട്ട് ഇടാൻ വേണ്ടി പോകണം. ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം സെറ്റാണ് കേട്ടോ. ഇപ്പോൾ 10 പെൻറ്റാനസ് പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ കാണുന്ന ഏരിയക്കകത്ത് 10 ഒരേ അകലത്തിൽ വെക്കണം. 1 2 3 4 5 6 എത്രയായി? ഒരേ അകലാക്കണം. ഇത് ഇച്ചിരി ഇങ്ങോട്ടാക്കി. ഇതെല്ലാം ഒരേ അകലാക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചെറിയൊരു കുഴി ഉണ്ടാക്കി വെച്ചിട്ട് പോരാത്ത മണ്ണിട്ട് കൊടുക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിന് കുറച്ച് വളം കൂടി ഇട്ടിട്ടാണ് ഇതിൻ്റെ ചുവട് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വളം. ഓക്കെ, അപ്പോൾ ഇത് കുറേശ്ശെ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമുക്ക് വളം കൂടി ഫില്ല് ചെയ്ത് പോരാം. അല്ല, മണ്ണും കൂടി. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം കുമാരി അകത്തല്ലേ ജനലോടച്ചിട്ടിരിക്കുക. കുമാരി കൽപ്പ എന്നെ പോലെ തീർച്ചയുണ്ട്. എന്തൊക്കെ ഇവിടെ നടക്കുന്നേ?
എവിടെ ആ ഗ്യാപ്പിൽ മറിച്ച എന്നാ മറിച്ചത് മറിച്ചിട്ടു അങ്ങോട്ട് കിഴക്കോട്ട് മറിച്ചു കിഴക്കേന്ന് പറയാൻ പാടില്ലല്ലോ. വെൽക്കം ബാക്ക് ടു ലീഫ് ഗാർഡൻ ക്രാഫ്റ്റേഴ്സ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് കിടക്കുന്നത് ചേർത്തലയിലെ തണ്ണിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പേൾ ഗ്രാസ് പിടിപ്പിക്കാം. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്?